കൂളിംഗ് ഗ്ലാസ് വെച്ച ഒരാള്. ഇവിടെ തുറന്നിട്ടുണ്ട്. കാരണം ഒരു ഗേറ്റ് അടച്ചാൽ തുറക്കാതിരിക്കൂല, 2 ഗേറ്റ് അടച്ചാലേ തുറക്കാതിരിക്കൂ. നമുക്ക് ഈ കാറിന്റെ പുറകില് ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. അടിപൊളി സ്ഥലമാണ്. അതെ, നല്ല രസമുള്ള സാമ്പാർ. ഗായ്സ്, നമ്മളിപ്പോൾ പാർക്കിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഈ കൊച്ചിലേ വന്നിട്ടുണ്ട്. ഇത് മക്കളെ മഞ്ചേരി സിൽസില പാർക്കാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാട്ടർ തീം പാർക്കാണ്. ഇവിടെ സംഭവം വാട്ടർ പാർക്കിൽ കറങ്ങണമെങ്കിൽ 200 രൂപ കൊടുക്കണം ഒരാൾക്ക്. അതായത് വെള്ളത്തിൽ എനിക്കൊരു കത്തിപ്പ് പോലെ തോന്നി കേട്ടോ, ഫീൽ ചെയ്ത്. പക്ഷെ കുഴപ്പമില്ല. പക്ഷേ പിള്ളേർ ഒറ്റയ്ക്ക് വെള്ളത്തിൽ പറഞ്ഞേക്കാൻ പേടിയുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ ഇറങ്ങാൻ മടിയുള്ള മാതാപിതാക്കളും കൂടെ പോകും, രക്ഷിതാക്കളും. അപ്പോൾ അവർക്കും 200 രൂപ വെച്ച് വാങ്ങുന്നത് ഭയങ്കര ഒരു കഴുത്തറപ്പ് പോലെ തോന്നി. എന്നാലും ഓക്കെ, കുഴപ്പമില്ല, വേണമെങ്കിൽ ഇറങ്ങാം എന്നുള്ളത്. പക്ഷേ അധികം ഈ വലിയ ആൾക്കാർ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടല്ലല്ലോ വരിക. എന്തായാലും ഓക്കെ. നാത്തൂന് 2 പിള്ളേരുണ്ടായിരുന്നു, ഞങ്ങളെ 2 പിള്ളേരും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇക്കന്ന് ഇറങ്ങി. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, ഇനി അതിട്ടിട്ട് ചെലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ, കാരണം എനിക്ക് ഒന്നാമത് മഴയും കൂടെ ആയിരുന്നു, ജലദോഷവും കൂടെ പിടിച്ച് വയ്യ, ഡ്രസ്സും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് വഴിയിൽ നിന്നാണ് നമ്മൾ നിക്കറൊക്കെ വാങ്ങിയത്. 50 രൂപയുടെ നിക്കർ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം. പിള്ളേരെന്തായാലും എൻജോയ് ചെയ്ത്. അതും അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് വന്നതാണ്. അപ്പോൾ 2 ദിവസം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ 4 പേരും എല്ലാം വെള്ളത്തുക്കുളി എല്ലാം കഴിഞ്ഞ് നല്ല വിശന്ന് നല്ല കുടൽ കരിഞ്ഞിട്ടാണ് നിന്നത്. എന്തായാലും അവർക്ക് ബിരിയാണി ഓർഡർ ചെയ്തു നമ്മൾ. അവർക്ക് ചിക്കൻ ബിരിയാണി, നമ്മൾ ആസ് യൂഷ്വൽ ഒന്ന് മാറ്റി പിടിച്ച് ബീഫ് ബിരിയാണി ആക്കി. സാധാരണ ഒന്നും ചിക്കൻ ബിരിയാണിയാണല്ലോ കഴിക്കാറ്. ഇത് മഞ്ചേരിയിലുള്ളൊരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് കേട്ടോ അവിടെ. നമ്മൾ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സ്ഥിരമായിട്ട് കയറുന്ന ഹോട്ടൽ തന്നെയാണ്, പക്ഷെ എന്നാലും പേര് മറന്നുപോയി. എന്തായാലും പിള്ളേരെല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പിയാണ്. നമ്മൾ ടർബോക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി, ടർബോ മൂവിക്ക്. അപ്പോൾ അതിന് ഉച്ചയ്ക്ക് കയറാമെന്നുള്ളതിലാണ് വേഗം ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ മൂവിക്ക് കയറി. അടുത്ത് തന്നെ ആയിരുന്നു. സിൽസില പാർക്കിൽ നിന്ന് സിൽസില പാർക്ക് കുറച്ച് ദൂരെയാണ്, വന്നാലും ഇത് കുറച്ച് ടൗണിലാണ്. നമ്മൾ അങ്ങനെ മൂവിക്കൊക്കെ കയറി സ്നാക്സും ജ്യൂസൊക്കെ മേടിച്ച് അന്നത്തെ ദിവസം എന്തായാലും മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ മോളിൽ അത്യാവശ്യം 3 മണിക്കൂർ മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ മോളിൽ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മോളിലോട്ട് പോയി. സ്ഥിരം സ്പോട്ടാണ് ഇന്ത്യൻ മോള്, സ്ഥിരം സ്പോട്ടാണ് മഞ്ചേരിയിൽ. കുട്ടികളവിടെ മറ്റേ പാർക്കൊക്കെ ഉണ്ടല്ലോ, അവിടെ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്, ഗെയിം സോണും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവിടെ പോകായിരുന്നു. കുട്ടികൾക്ക് എന്തായാലും ചിക്കൻ കഴിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതിൽ ഞാനും മിക്കായും കൂടെ അവരെയും കൊണ്ട് പോയത്. അതും അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിള്ളേരും അതെ, അവർക്കും ഒറ്റയ്ക്കുള്ള ബോറടിയൊക്കെ ഒന്ന് തീർന്ന് 4 പേരും കൂടെ ആയതുകൊണ്ട് അടിച്ച് പൊളിച്ച് അങ്ങനെ എന്തായാലും അന്നത്തെ ദിവസം എന്തായാലും രാത്രിയാക്കി. കാരണം മക്കളേറ്റ് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ പോകുമ്പോൾ നമ്മൾ മാക്സിമം അവർ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു. പിന്നെ അങ്ങനെ ചിക്കനൊക്കെ മേടിച്ച് നമ്മളെല്ലാവരും കഴിച്ച് അന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനെ അങ്ങ് തീർന്നു. കാരണം എപ്പോഴും കിട്ടുന്ന ദിവസങ്ങളല്ലല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. ഓക്കെ, മക്കളെയൊക്കെ ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോവാം ഇൻഷാ അല്ലാഹ്.